ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത് സെൻട്രൽ ഇൻഡസ്ട്രി സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ നിന്നും ചുമതല എടുത്തുമാറ്റിയാണ് CISFന് നൽകിയിരിക്കുന്നത്. 2013 മുതൽ പാർലമെന്റ് മന്ദിരത്തിന് കാവൽ നിൽക്കുന്ന 1400 ജവാന്മാരെയാണ് പിൻവലിച്ചത്. CRPFൽ നിന്നും ചുമതല എടുത്തുമാറ്റി CISFന് നൽകുക മാത്രമല്ല, സുരക്ഷാ സേനയുടെ അംഗശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ചയായിരുന്നു CRPF സുരക്ഷാ സേനയുടെ അവസാന ദിനം. 2023 ഡിസംബറിലെ പാർലമെന്റ് സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. CRPFൽ നിന്നും ചുമതല ഏറ്റെടുക്കാൻ CISFനോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു. മെയ് 20 മുതൽ 3300-ലധികം CISF ഉദ്യോഗസ്ഥർ തീവ്രവാദ വിരുദ്ധ, അട്ടിമറി വിരുദ്ധ സുരക്ഷാ ചുമതലകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. CRPFന്റെ പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് വാഹനങ്ങൾ, ആയുധങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ ഉപകരണങ്ങളും സമുച്ചയത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയ വെള്ളിയാഴ്ച പൂർത്തിയാക്കി. PDGയുടെ കമാൻഡറും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും സമുച്ചയത്തിനുള്ളിലെ എല്ലാ സുരക്ഷാ ചുമതലകളും CISF സംഘത്തിന് കൈമാറി. പഴയതും പുതിയതുമായ പാർലമെന്റ് സമുച്ചയങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും സുരക്ഷിതമാക്കാൻ മൊത്തം 3317 CISF ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. 2022 ഡിസംബർ 13-നായിരുന്നു പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച. മൺസൂൺ സമ്മേളനത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോക്സഭയുടെ സന്ദർശക ഗ്യാലറിയിൽ നിന്ന് 2 യുവാക്കൾ ലോക്സഭാ ചേംബറിലേക്ക് ചാടി ഇറങ്ങുകയും അതിലൊരാൾ അംഗങ്ങളുടെ ഇരിപ്പിടത്തിന് മുകളിലൂടെ സ്പീക്കറുടെ ഇരിപ്പിടത്തിനരികിലേക്ക് കുതിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 1:01 ശൂന്യവേള തുടരുന്നതിനിടെ മുദ്രാവാക്യം വിളികളുടെ ലോക്സഭാ ചേംബറിൽ കടന്നുകയറിയ യുവാക്കൾ ഷൂവിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന ഗ്യാസ് കനിസ്റ്റർ പുറത്തെടുത്ത് മഞ്ഞ നിറത്തിലുള്ള പുക ഉയർത്തിയതോടെ കടുത്ത പരിഭ്രാന്തിയായി. പുകയ്ക്ക് പിന്നാലെ ഗന്ധവും പരന്നു. ഏകാധിപത്യം അനുവദിക്കില്ല, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക, ഭാരത് മാതാ കി ജയ്, ജയ് ഭീം, ജയ് ഭാരത് എന്നീ മുദ്രാവാക്യങ്ങൾ ഇവർ മുഴക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർക്കെതിരെ UAPAയും ചുമത്തിയിട്ടുണ്ട്. സാഗർ ശർമ്മ, മനോരഞ്ജൻ, അമോൽ ഷിൻഡെ, നീലം ദേവി, വിശാൽ, മഹേഷ് കുമാവത്ത്, മുഖ്യ സൂത്രധാരൻ ലളിത എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ സാഗറും മനോരഞ്ജനുമാണ് പൊതു ഗ്യാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിലേക്ക് ചാടി കാനിസ്റ്ററുകളിൽ നിന്ന് മഞ്ഞവാതകം പുറന്തള്ളുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. അമോൽ ഷിൻഡെയും നീലം ദേവിയും പാർലമെന്റ് വളപ്പിന് പുറത്ത് ഏകാധിപത്യം അനുവദിക്കില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചു. പാർലമെന്റിൽ എത്തുന്നതിന് മുമ്പ് പ്രതികൾ താമസിച്ചിരുന്നത് കൂട്ടാളി വിശാലിന്റെ വീട്ടിലായിരുന്നു. കൃത്യത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലളിതയുടെ സഹായിയാണ് കുമാവത്ത്. കുമാവത്തിനെതിരെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങളാണ് ചുമത്തിയത്. കൃത്യത്തിനായി മറ്റുള്ളവരെ പ്രേരിപ്പിച്ച 33-കാരനായ ലളിത 2023 ഡിസംബർ 15-നാണ് അറസ്റ്റിലായത്. 2023 ജനുവരി മുതൽ പ്രതികൾ ആസൂത്രണം തുടങ്ങിയിരുന്നതായും ജസ്റ്റിസ് ഫോർ ആസാദ് ഭഗത് സിംഗ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എല്ലാവരും അംഗങ്ങളാണെന്നും ഡൽഹി പോലീസ് പറഞ്ഞിരുന്നു. മണിപ്പൂരിലെ അശാന്തി, തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് അറസ്റ്റിന് ശേഷം പ്രതികൾ പോലീസിനോട് പറഞ്ഞത്.